മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടില്ല. എന്നും നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മളും ആകെ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കൊന്നിനും കൊള്ളില്ല, നമ്മുടെ ഫ്രണ്ട്സ് വലിയ വലിയ ജോലി കിട്ടിപ്പോയി, പ്ലേസ്മെന്റ് ആയി, നമുക്കൊരു ആഗ്രഹം കാര്യമായിട്ടുണ്ട്, അതിലേക്ക് നേടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ അതിലേക്ക് തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോമ്പറ്റേറ്റീവ് ജേണിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഇതിനി നീണ്ടുപോവാം. എനിക്കിപ്പം 3 വർഷം എടുത്തിട്ടുണ്ട്, അപ്പോൾ ചിലർക്ക് അത് 6 വർഷം ആവാം. ഒറിജിനൽ ഹാളിൽ നടക്കുന്നതിൻ്റെ ഒരു 10 ട്രയൽ ഇവിടെ കിട്ടിയായിരുന്നു. 10 to 15 ട്രയൽസ് ഇവിടെ കഴിഞ്ഞിട്ടാണ് ആ എക്സാമിന് പോയത്. ഫെയിലിയറിൽ നിന്ന് നമ്മൾ പഠിക്കണം. എവിടെയാണ് ഫെയിലായപ്പം എന്ത് സംഭവിച്ചതാണ്, നമ്മൾ എങ്ങനെ അത് മാറ്റിയെടുക്കാം, അത് നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം പഠിത്തത്തെ ബാധിക്കാത്ത രീതിയിലൊരു എന്താ പറയുക, ഒരു ഇതിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ റിസൾട്ട് വരുമ്പോഴും എല്ലാവരും ആദ്യം നോക്കി കാണുക ടോപ്പേഴ്സ് എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ്. ഇന്നലെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ കേസ് മെൻറ്ററിൻ്റെ ഭാഗമായി 61ഓളം ആസ്പിരൻസ് ആണ് ആ ലിസ്റ്റിലുള്ളത്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പർ തന്നെയാണ് ആതിര. 27ാം റാങ്കാണ്. കൺഗ്രാജുലേഷൻസ് അഗെയിൻ ആതിര. ആദ്യം ആതിര ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ആതിര എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലോട്ട് എത്തി? എൻ്റെ പേര് ആതിര വിജയൻ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പട്ടാമ്പി അടുത്താണ് എൻ്റെ സ്ഥലം. KS മെൻറ്ററിൽ ഇപ്പം ഇവിടെ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റുമായിട്ട് ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം 2021 അതിൽ എനിക്ക് സപ്ലിമെന്ററി ലിസ്റ്റിലാണ് കയറാൻ പറ്റിയത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് അതിനുവേണ്ടി ഹൈക്കോർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 27th റാങ്ക് ഇപ്രാവശ്യം അച്ചീവ് ചെയ്യാൻ പറ്റി. സോ ആതിര ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്നതിന് മുമ്പ് ആതിര ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആതിര ഒരു നാട്ടിലൊരു സാധാരണ കോളേജിൽ നിന്ന് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG എല്ലാം ചെയ്ത് എന്നിട്ട് നേരെ UPSC അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലോട്ട് വന്ന ആളാണ്. സോ എന്താണ് ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നിർത്തിയിട്ട് നേരെ ഇതിലോട്ട് വരാൻ? അതിലേക്കൊരു ഫോറസ്റ്റ് സർവീസ് ആണ് ആഗ്രഹം എന്നുള്ളതും പറഞ്ഞു. അതായത് ബോട്ടണി എടുത്തത് ഫോറസ്റ്റ് സർവീസ് എന്നൊരു ഇന്റൻഷൻ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബേസിലാണ്. അത് കഴിഞ്ഞപ്പം PG എടുക്കണം എന്ന് തോന്നി. കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കത്ര ഉറപ്പില്ലാത്തൊരു ഫീൽഡാണ്. എപ്പോൾ വേണമെങ്കിൽ കോമ്പറ്റീഷൻസിന്റെ ഇത് മാറാം. ബാക്കപ്പ് എന്ന രീതിക്കും പിന്നെ സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ചും കൂടെ അതിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് PG എടുത്തത്. അതിനുശേഷം എന്തായാലും UPSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു ഗവൺമെന്റ് ജോബ് എല്ലാവരുടെയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സ്വപ്നമാണല്ലോ ഗവൺമെന്റ് ജോബ്. അപ്പൊ അത് ചെറുപ്പം തൊട്ടേ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരികയാണ് ചെയ്തത്. UPSC എക്സാം പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷന് മുമ്പ് ഹൈക്കോർട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഡിഗ്രി എക്സാമുകളിലോട്ട് വന്നതെന്നും ആതിര പറഞ്ഞു. സോ എന്താ ഹൈക്കോർട്ട് എക്സാം എഴുതാൻ വേണ്ടി ആതിര എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ ആതിരയിൽ, ലൈക്ക് എനിക്ക് ഈ എക്സാം പറ്റിയതാണെന്ന് തോന്നുന്നത്? ഹൈക്കോർട്ട് എക്സാം അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ ആ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ, അതായത് 2021 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഇങ്ങനൊരു എക്സാം ഉണ്ടെന്നും ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്നും അറിഞ്ഞത്. അതിനുശേഷം അതെന്താന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് അത്യാവശ്യം നല്ലൊരു ജോബ് പ്രൊഫൈലാണ്. ഹൈക്കോർട്ട്, അതായത് ജുഡീഷ്യറിയുടെ തന്നെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ മാത്രമല്ല അതിൻ്റെ പാറ്റേൺ നോക്കിയപ്പോൾ അതിന് UPSC ഒക്കെ ആയിട്ട് എവിടെയൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സ്ട്രാ ഉണ്ട്, പിന്നെ ഒബ്ജക്റ്റീവ്, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. നല്ല ജോബ് പ്രൊഫൈലാണെന്ന് തോന്നിയതുകൊണ്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെയാണ് ഹൈക്കോർട്ടിലേക്ക് വന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റ് വരെ എത്തി. ഇതിൽ അഗൈൻ മെയിൻ ലിസ്റ്റിൽ 27ലോട്ട് എത്തി. ആൻഡ് അതിലൊരു പഠന രീതി എങ്ങനെയാണ്? എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെ പഠിക്കണം, എത്ര നേരം, നമ്മളും ഈ ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അന്നൊന്നും ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് പേരുടെ കണ്ടു. ആദ്യം കണ്ടപ്പോൾ കുറെ കൺഫ്യൂഷൻസ് ആയി, കാരണം പലർക്കും പല സ്ട്രാറ്റജി. അപ്പൊ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രാറ്റജി അപ്ലിക്കബിൾ അല്ല. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് കുറേ റെഫറൻസസ് എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം ചിട്ടയായി ഇരുന്ന് പഠിക്കുന്ന ഒരു ആളല്ല. എന്നെക്കൊണ്ട് അത്രയും നേരം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത പാത്ത് എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് നമ്മുടെ സിലബസ് നന്നായി നോക്കിയിട്ട് സിലബസിനെ പല പല ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്
അതിന് ഓരോ ഡെയിലി ടാർഗറ്റ്, അതുപോലെ വീക്കിലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡെയിലി ടാർഗറ്റിന് എത്ര സമയം എടുക്കുമോ അത്ര സമയം ഞാൻ പഠിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു ദിവസത്തെ പഠിത്തം കഴിയുമെങ്കിൽ ഒരു ദിവസം. അപ്പോൾ ഈ പൊതുവെ നമ്മൾ പറയപ്പെടുന്ന ഈ 10 മണിക്കൂർ 12 മണിക്കൂർ പഠിച്ചാലേ ടോപ്പറാകാൻ പറ്റൂ എന്നുള്ള രീതിയല്ല അതിരുടെ. അല്ല, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. ഒരിക്കലും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് 10 മണിക്കൂറോ 12 മണിക്കൂറോ ഇരുന്നൊന്നും പഠിച്ചിട്ടില്ല. മീൻസ് അങ്ങനെ പഠിക്കാൻ കഴിവുള്ളവരുണ്ട്, അത് നല്ല കാര്യം, അതാണ് ഏറ്റവും അങ്ങനെയുള്ളവർക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷെ ഒരു നോർമൽ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഡേ തന്നെ പല അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉള്ള ഡേ ആണ്. നമ്മൾ എല്ലാവരും അത്യാവശ്യം അഡൾട്ട്സ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ പഠിത്തത്തിനെ പല കാര്യങ്ങളും ബാധിക്കാം. പക്ഷെ നമ്മളൊരു ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു ഇത്ര സമയം ഇത്ര ടോപ്പിക്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, ഈ അവേഴ്സ് കണക്ക് വെച്ച്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതിന് ഒബ്ജക്റ്റീവ് പാർട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പാർട്ടുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ മൂന്നിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ആദ്യം ഞാൻ ഫോക്കസ് ചെയ്തത് സിലബസിലെ ഇമ്പോർട്ടൻസ് അധികം ഇംഗ്ലീഷിനായിരുന്നു. അത് ഡിസ്ക്രിപ്റ്റീവ് ആയാലും ഒബ്ജക്റ്റീവ് ആയാലും ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയല്ല ചെയ്തത്. പക്ഷെ എല്ലാത്തിലുള്ള സിമിലാരിറ്റീസ് വെച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമ്പോൾ നമ്മൾ ഗ്രാമർ അത്യാവശ്യം നല്ല രീതിക്ക് മനസ്സിലാക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് വായിക്കുമ്പോൾ, ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ അവർ എഴുതിയിട്ടുള്ള ആ ലാംഗ്വേജ്, അവരുടെ ശൈലി, അവരുടെ സ്റ്റൈൽ, എങ്ങനെയാണ് സ്റ്റാർട്ട് ഇൻട്രോ കൊടുത്തത്, കൺക്ലൂഷൻ കൊടുത്തത്, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് വായിച്ചാൽ ഡിസ്ക്രിപ്റ്റീവും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ അവിടെ തന്നെ കിട്ടും, ന്യൂസ് പേപ്പേഴ്സിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ചെയ്ത് തന്നെ വീക്കിലി ആയാലും ചെയ്ത് തന്നെ പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ ചെയ്യാത്തൊരു കാര്യം അതാ. എക്സാമിലോട്ട് എത്തുന്ന സമയത്ത് ഇപ്പോൾ ആതിര നമ്മുടെ ടെസ്റ്റ് സീരീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ആതിരയുടെ ഈ എക്സാമിനെ കുറിച്ച് അധികം ഇൻഫർമേഷൻസ് ഒന്നും പുറത്തില്ല, എഴുതി വന്നവരെ എന്നല്ലാതെ. ഇവൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. സോ വേർഡിക്റ്റോ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായ ശേഷം ഉള്ള യാത്ര എങ്ങനെയാണ്? ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ലാക്ക് ചെയ്തതും ഈ ഒരു ഡിസ്ക്രിപ്റ്റീവിന്റെ ഗൈഡൻസ് ആയിരുന്നു, ഡിസ്ക്രിപ്റ്റീവിനും അതുപോലെ ഒബ്ജക്റ്റീവിനും. അപ്പോൾ അതിവിടെ ഈ പ്രാവശ്യം അത് ലാക്കാവരുതെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു. കാരണം ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ പോയാലും ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എഴുതുന്നതും നമ്മൾ വീട്ടിൽ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് എഴുതുന്നതും രണ്ട് പ്രൊഡക്റ്റാണ് തരിക. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റത്തതിന് ആകെ കുറച്ച് മാർക്സേ കിട്ടിയിട്ടുള്ളൂ. ഒരു 20 സംതിങ് ഒക്കെയാണ് ആദ്യം കിട്ടിയത്. 60 ആണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിന്റെ ടോട്ടൽ മാർക്സ്. അതിൽ 28 or 27 എങ്ങാണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അതുവരെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് എഴുതും. പക്ഷെ അതൊന്നും അല്ല, എക്സാമിന് വരുമ്പോൾ അവിടെ ഇരുന്ന് എഴുതുമ്പോൾ അത് എൻ്റെ ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു അതിൽ തന്നെ നമുക്ക് ഫീഡ്ബാക്സും കിട്ടിയായിരുന്നു. എങ്ങനെയാണ്, എന്താണ് കുറവ്, എന്താ ലാക്ക് ചെയ്യുന്നത്, എന്താണ് നമുക്ക് നല്ലത്, അതും രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അടുത്ത വീക്ക് വരുമ്പം കുറച്ചും കൂടെ ഭയങ്കര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രൂവ് ചെയ്ത് വന്നു അല്ലേ? ആൻഡ് ഒബ്ജക്റ്റീവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കണ്ടായിരുന്നു. സോ നമ്മളും ടെസ്റ്റ് സീരീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ സമയത്ത് തന്നെ നടത്തി. ഒറിജിനൽ പരീക്ഷാ ഹാളിലും അങ്ങനെ തന്നെ സെയിം. അതായത് ഒറിജിനൽ ഹാളിൽ നടക്കുന്നതിന്റെ ഒരു 10 ട്രയൽ ഇവിടെ കിട്ടിയായിരുന്നു. 10 to 15 ട്രയൽസ് ഇവിടെ കഴിഞ്ഞിട്ടാണ് ആ എക്സാമിന് പോയത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രഷർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ. ആൻഡ് മോക്ക് ഇന്റർവ്യൂവിന്റെ ഭാഗമായിരുന്നു അല്ലേ? സോ അന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മോക്ക് ഇന്റർവ്യൂ ആൻഡ് ഒറിജിനൽ ഇന്റർവ്യൂ? എനിക്ക് ഒറിജിനലിനേക്കാളും മോക്കിനായിരുന്നു കുറച്ചും കൂടെ ടെൻഷൻ കൂടുതൽ. കാരണം കുറെ കാലം ഞാൻ ആദ്യം ഒരു ഹൈക്കോർട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ അത് സപ്ലിമെന്ററി ലിസ്റ്റിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടുള്ളൂ, എന്തായാലും സപ്ലിമെന്ററിയിലാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം അതിൽ കിട്ടുന്ന മാർക്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് കൂടുന്നതും കുറയുന്നതനുസരിച്ച് നമ്മൾ റാങ്ക് ചെയ്യുന്ന ഒരുപാട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്രാവശ്യം മോക്ക് അറ്റൻഡ് ചെയ്തപ്പം അതും അവിടുത്തെ തന്നെ ഹൈക്കോർട്ടിൽ തന്നെ ഒരു എന്താ പറയുക പ്രസ്റ്റീജിയസ് ജഡ്ജാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു, ഗുണം ഉണ്ടായിരുന്നു, ഫീഡ്ബാക്ക് ആയാലും എല്ലാം. ആൻഡ് അതിന് സ്ഥിരം ന്യൂസ് പേപ്പർ വായിക്കുന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് കറണ്ട് അഫെയർ അപ്ഡേറ്റ് ആയിരിക്കുക അല്ലെങ്കിൽ റിവിഷൻ നടത്തുക എന്നുള്ളത്. അത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏതൊരു എക്സാമ്പിളും കൊണ്ടുപോകണം എന്നുള്ളത്. അത്തരം ശീലങ്ങൾ എങ്ങനെ ഈ ഒരു ടോപ്പ് റാങ്കിലോട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
നമ്മളെപ്പോഴും ചുറ്റും നടക്കുന്നതിനോട് കുറച്ച് ക്യൂരിയസ് ആയിരിക്കണം. നമ്മൾ ഒരു സിലബസിൽ പഠിക്കുന്ന ഒരു 5 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് എന്നത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരു ജോബ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചുറ്റുപാട് അറിയണമല്ലോ. അപ്പോൾ അതെങ്ങനെ എന്ന ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ന്യൂസ് പേപ്പേഴ്സ് എന്നും വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ബേർഡനായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം അത് ഇപ്പോൾ ഞാൻ പഠിക്കാത്ത കുറേ ദിവസങ്ങളുണ്ട്, പക്ഷെ അന്നും ഒരു ഒറ്റ കാര്യം മുടക്കാറില്ല, അത് ന്യൂസ് പേപ്പറാണ്. അതായത് ഒന്നും ചെയ്തില്ലെങ്കിലും പാസീവായിട്ട് ആ ന്യൂസ് പേപ്പർ ഒന്ന് വായിച്ചു പോകും. അപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സിനോട് ഒരു ടച്ച് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ റിവിഷനും കാര്യങ്ങളും എന്ന് പറയുന്നത് ടെസ്റ്റ് എടുക്കുമ്പോൾ റിവൈസ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മന്ത്ലി നമുക്ക് കമ്പൈൽഡ് ആയിട്ടുള്ള വീഡിയോസും ഒരുപാട് യൂട്യൂബിലെ സോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്രീ റിസോഴ്സസ് ആയിട്ട് തന്നെ. ഇപ്പോൾ KS മെന്ററിന്റെ ആണെങ്കിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും കറണ്ട് അഫയേഴ്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരെണ്ണം എടുത്തിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അതിലിപ്പോൾ ഒരു 2-3 കൊല്ലത്തിലധികമായി പ്രിപ്പറേഷനിലുണ്ട് അല്ലേ. ആൻഡ് ഇപ്പോൾ ഒരു സ്ഥലത്തെത്തി, അല്ലെങ്കിൽ ഒരു വിചാരിച്ചൊരു സ്ഥലത്തെത്തി. ആൻഡ് ഇനിയും വലിയ ജേണി ബാക്കിയുണ്ട്. ഈ മോട്ടിവേഷൻ കണ്ടിന്യൂസ് നിലനിർത്തുന്നതിന് എക്സ്റ്റേണൽ ആൻഡ് അതർ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സഹായിക്കുന്നത്? പല കുട്ടികളും ആഫ്റ്റർ 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ അങ്ങ് ചടച്ചു പോകും. അതിപ്പം കോമ്പറ്റേറ്റീവ് ജേണിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ഒരുപാട്. എനിക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം പഠിത്തത്തെ ബാധിക്കാത്ത രീതിയിലൊരു എന്താ പറയുക, ഒരു ഇതിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു എത്ര ലോങ് ജേണിയാന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കാരണം കൊണ്ടാവില്ല, എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഇതിനി നീണ്ടുപോകാം. പക്ഷെ നമുക്കൊരു ആഗ്രഹം കാര്യമായിട്ടുണ്ട്, അതിലേക്ക് നേടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ അതിലേക്ക് തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മുടെ പാഷനാണ് മെയിൻ ആയിട്ട്. കാരണം അത് നേടണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കാൻ ചിലപ്പോൾ നമ്മുടെ ജേണി ചിലപ്പം എനിക്കിപ്പം 3 വർഷം എടുത്തിട്ടുണ്ട്, അപ്പൊ ചിലർക്ക് അത് 6 വർഷം ആവാം. പക്ഷേ കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതായത് എവിടെ നമ്മൾ ഇതായാലും ഫെയിലിയറിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ എവിടെയാണ് ഫെയിലായപ്പം എന്ത് സംഭവിച്ചതാണ്, നമ്മൾ എങ്ങനെ അത് മാറ്റിയെടുക്കാം, അത് നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആതിര പറഞ്ഞു. എന്താണ് ഒരു ആസ്പിരന്റ് അവൻ്റെ ഒരു സാധാ ആസ്പിരന്റിൽ നിന്നൊരു ടോപ്പർ എത്താൻ വേണ്ടി നിരന്തരം ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും? അത് ആ പറഞ്ഞതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസി ആണ് ഒന്നാമത്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി 6 മണിക്കൂർ 5 മണിക്കൂർ പഠിക്കണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എത്രയൊക്കെ നമ്മൾ ഡീവിയേറ്റ് ആയി പോയാലും നമ്മളതെല്ലാം തിരിച്ച് ആ ഒരു റൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമ്മുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മുടെ ഒരു വിൽ പവർ ഉണ്ടല്ലോ അത്. പിന്നെ പറയാനുള്ളത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടില്ല. എന്നും നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മളും ആകെ എന്താ പറയുക ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കൊന്നിനും കൊള്ളില്ല. നമ്മുടെ ഫ്രണ്ട്സ് വലിയ വലിയ ജോലി കിട്ടിപ്പോയി, പ്ലേസ്മെന്റ് ആയി, അവർ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നല്ല രീതിക്ക് മോട്ടിവേറ്റഡ് ആവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചു വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് നാളെ അക്യുമുലേറ്റ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക. അതിനിപ്പം എത്രയൊക്കെ ബാക്കി ഇതുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിലപ്പം പഠിക്കാറില്ല, ചിലപ്പം 3-4 ദിവസമൊക്കെ വെറുതെ പോവും. പക്ഷെ പോയാലും ഞാൻ ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമ്പോൾ ആ രീതിക്ക് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തന്നെ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് വരും. സോ റിവിഷൻ ആൻഡ് കൺസിസ്റ്റൻസി കീ. അതിര ഒരു ലോങ് ജേണിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്ഥലത്തെത്തി. പക്ഷെ ആതിരയുടെ സ്വപ്നങ്ങൾ ഇവിടെയല്ല അല്ലേ. ആതിര ഫോറസ്റ്റ് സർവീസ് മുന്നിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആതിരയ്ക്ക് ചെയ്യാനുണ്ട്. ആ സ്ഥലത്തെല്ലാം വൈകാതെ തന്നെ ആതിര എത്തട്ടെ. ആൻഡ് KS മെന്ററിൻ്റെ ഭാഗമായി ഇങ്ങനെ സ്ഥലത്തെത്തിയിൽ ഞങ്ങളെല്ലാവരും വലിയ രീതിയിൽ പ്രൗഡാണ്. ആൻഡ് ആതിര ഇപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ആതിരയ്ക്ക് എല്ലാ റിസൾട്ടുകളും ആതിര ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആതിര വൈകാതെ തന്നെ എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.